എൻ്റെ മോനെ എങ്ങനെയുണ്ട് രാജാവിനെ ഓണാക്കിയൊക്കെയല്ലോ. അയ്യോ ഇവിടെ ഏട്ടാ CNG നിറയ്ക്കാനുള്ള സ്ഥലം. എങ്ങനെയുണ്ട് പ്രഷർ? 514 ലിറ്ററിൽ കൊള്ളൂട്ടാ. 3 സിലിണ്ടറുകൾ കണ്ടില്ലേ നിങ്ങള്? പിന്നെ ഒരു കിടിലൻ ടയറൊക്കെ കാണാം നമുക്ക്. നല്ല വണ്ണം സൈസൊക്കെ ഉണ്ട് കേട്ടാ. എട്ട് മുതൽ 10 വരെ മൈലേജ് കിട്ടുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ 913/52 CNG ബസ്സിന്റെ ചേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ വിശ്വസിക്കണം കേട്ടാ. നമ്മുടെ ഹൈവേ മൈലേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും നാള് നമ്മുടെ നാട്ടിലോടുന്ന ബസ്സുകൾക്കൊന്നും ഇത്രയും മൈലേജ് കിട്ടില്ല നോർമൽ ഡീസലിൽ. ഇത് നമ്മുടെ CNG ആണ്. ഫുൾ ഓപ്പറേഷൻ നടക്കുന്നത് CNGയിലാണ്. നമുക്കിവിടെ ഒരു കിടിലൻ ടയർ കാണാം. 235/75R 17.5. അതാണ് ഈ ടയറിന്റെ റേഡിയസും കാര്യങ്ങളും. ഇവിടെ നമ്മുടെ ഡ്രൈവറിന്റെ ഒരു ക്യാബിനാണ്. ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പണിയാൻ പോകണം. ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ടുള്ളൂ. തൃശ്ശൂരിലുള്ള അബ്രിക്കോ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് തന്നേക്കണേ. അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ. ഫ്രണ്ടിലും ബാക്കിലും പാരാബോളിക് സസ്പെൻഷനാണ് വരുന്നത്. ഫുള്ളി CNGയിൽ ഓപ്പറേഷൻ ചെയ്യണ 3800 cc കിഡിലൻ എഞ്ചിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 92 kW പവറും 420 Nm ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യണവൻ. നമ്മുടെ 3 CNG ടാങ്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവൻ്റെ ഫുൾ ടാങ്ക് എന്ന് പറയുന്നത് 516 ലിറ്റർ ആട്ടാ CNG. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ പാരബോളിക് സസ്പെൻഷൻ കാണാൻ സാധിക്കും. ഇവിടെ ലീവ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഹൗസിംഗ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതിൽ മൊത്തം ബോഡി കയറ്റാണ്ടല്ലോ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ആയിരിക്കും ഇവിടെ സംഭവം. കില്ലാടി ടയേഴ്സ് ആടാ. കില്ലാടി ടയേഴ്സ് അപ്പോളോന്റെ. ഈ ചേസിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 9750 mm. റിയർ ഓവർഹാങ് വരുന്നത് 3120 mm. ഫ്രണ്ട് ഓവർഹാങ് വരുന്നത് 1430 mm. ഓവറോൾ വിട്ട് വരുന്നത് 2340 mm ആയിട്ട് പറഞ്ഞത്. ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊന്നും ഇവിടെ അല്ലാട്ടോ വരാം. നമ്മുടെ ബസ്സിന്റെ ബോഡിയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിനെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളിടത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. താഴെ സ്പെയർ ടയറൊക്കെ ഇരിക്കണ കാണാം. എന്തുട്ടാ CNGയുടെ ആ ഒരു ടാങ്ക് കേട്ടാ. ഗംഭീര ടാങ്ക് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഡ്രൈവറിന്റെ ആ ഒരു സൈഡിൽ 2 ടാങ്ക് കാണാൻ സാധിക്കും. CNGയുടെ ന്യൂസിലൊക്കെ കാണാൻ സാധിക്കും ഇവിടെ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് CNG ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നത്. ഇവിടെ ആ ഒരു പ്രഷർ മീറ്റർ ഒക്കെ കാണാൻ സാധിക്കും. എന്തോരം CNG ഇപ്പം ഇതിൻ്റെ അകത്തുണ്ടെന്നൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് തുറന്നിട്ടാണ് നമ്മൾ CNG അടിക്കുക. അതിൻ്റെ ആ പൈപ്പും യൂണിറ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 24 വാട്ട് 120 H ബാറ്ററിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആൾട്ടർനേറ്റീവ് വരുന്നത് 150 ആംസിൻ്റെ ആൾട്ടർനേറ്ററാണ് വരുന്നത്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇപ്പോൾ സ്റ്റെപ്പൊന്നുമില്ല, താൽക്കാലിക ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഒന്ന് റിസ്ക് എടുത്തിട്ട് വേണം കയറാൻ. എൻ്റെ മോനെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, കംഫർട്ട് ഉണ്ടല്ലോ. എയർ സീറ്റുകളാണ് വരുന്നത്. ഡ്രൈവർക്ക് അധികം എഫേർട്ടൊന്നും കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു കംഫർട്ട് ലെവലിൽ ഇരുന്ന് പോകാം. ഡ്രൈവർക്ക് മാത്രമല്ല കസ്റ്റമേഴ്സിനും പാസഞ്ചേഴ്സിനും അകത്തിരിക്കുന്ന. നമുക്കൊരു 5+1 ഗിയർ ബോക്സ് കാണാൻ സാധിക്കും. അതായത് 5 ഗിയർ ഫ്രണ്ടിലും 1 ഗിയർ റിവേഴ്സും. ആ ഗിയർ ബോക്സ് പറയുന്നത് GBS 550 കേബിൾ ഷിഫ്റ്റ് ആട്ടോ വരുന്ന ഗിയർ. നല്ലൊരു കംഫർട്ട് സോണിൽ ഇടാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ മൊത്തം പണി കഴിയാത്തതുകൊണ്ട് അധികം നമ്മൾ കളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്. ഒട്ടുമിക്ക ടാറ്റ കാറുകളിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റിയറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അയ്യവാ അടിപൊളിയില്ലേ. ടാറ്റയുടെ പ്രൈമ ടോറസിൽ വരുന്ന ആ ഒരു ക്ലസ്റ്ററായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിൽ നമുക്ക് പ്രഷർ കാണാം, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. 2 ഡ്രൈവ് മോഡുകളിലായിട്ടാണ് ഈ വാഹനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്ന് ലൈറ്റായിട്ടും ഒന്ന് ഹെവി ആയിട്ടും. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലുണ്ട്. നമുക്കിവിടെ ഹീറ്റിൻ്റെ ഒരു ക്ലസ്റ്റർ കാണാൻ സാധിക്കും, RPM മീറ്റർ, പിന്നെ നോർമൽ നമ്മുടെ മീറ്റർ, പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ ആ ഒരു ലെവൽ എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹെവി എന്നുള്ള ഒരു ഡ്രൈവ് മോഡ്. അതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇതാ ലൈറ്റ് എന്ന് പറഞ്ഞുള്ള ഇത് കാണും, ക്ലസ്റ്ററിൽ കാണുന്നുണ്ട്. ഈ 2 ഡ്രൈവ് മോഡുകളുള്ളൂ. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഫംഗ്ഷൻ ഓഫ് ചെയ്തിടാം. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഹസാർഡ് ലൈറ്റ് കത്തുന്നുണ്ടാവും, സ്ക്രീനിൽ കാണാൻ സാധിക്കും. സെൻറ്ററിൽ ഹോണ്ട. റൈറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു യൂണിറ്റും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുക. പാസ് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വൈപ്പർ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ കണ്ടില്ലേ ക്രൂസ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ആ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ടാറ്റയുടെ ഒരു നല്ലൊരു കിടിലൻ ലോഗോ വരുന്നുണ്ട്, പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഹോണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് വാഹനം ഒന്ന് ഓണാക്കി വെക്കാമല്ലോ. എൻ്റെ മോനെ അടിപൊളിയില്ല ആ ഒരു ലുക്കും കാര്യങ്ങളും നോക്കിയേ.
പൊളി. ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് സൗണ്ടൊക്കെ കുറയും കേട്ടോ. ഈ ഒരു വാഹനം നല്ലൊരു റിലയബിൾ ആണ്, നല്ലൊരു പെർഫോമൻസ് കിട്ടും. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. അത് മാത്രമല്ല നമുക്ക് ഓണർക്ക് നല്ലോണം പ്രോഫിറ്റ് കിട്ടും. ആ രീതിക്കാണ് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും. ഇവിടെയാണ് കേട്ടോ അതിൻ്റെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഹാൻഡിലും കാര്യങ്ങളും. അപ്പോൾ പ്രോഫിറ്റ് കൂടുതലാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് CNGയിലേക്ക് മാറാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ CNGയുടെ പമ്പുകൾ ആ ഉള്ളൊരു പ്ലേസുകൾ നോക്കിയിട്ട് വേണം നമ്മൾ വാഹനം എടുക്കാൻ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർക്ക് ബ്രേക്കിലാണ് ഇപ്പോൾ എനേബിൾ ചെയ്ത് കിടക്കണേ. താഴെ പിന്നെ നോർമലായിട്ടുള്ള ക്ലച്ച്, ആക്സിലറേറ്റർ, ബ്രേക്ക്. ഗിയർ ഇപ്പോൾ ഇത്തിരി ടൈറ്റ് ഉണ്ടെങ്കിലും നമുക്കത് വാഹനത്തിൻ്റെ ഫുൾ വർക്ക് കഴിയുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടാണ് നമുക്ക് പുറത്തേക്ക് വരാം. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ. നമ്മുടെ ഈ വാഹനത്തിന് തൃശ്ശൂരുള്ള അബ്രിക്കോ മോട്ടോഴ്സിൽ വന്ന 24.5 ലക്ഷമാണ് ഈ ചേസിന് മൊത്തം വരുന്ന ഓൺ ദ റോഡ് കോസ്റ്റ് വരുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ഇവിടെ കിട്ടൂട്ടാ. പൊളിച്ചില്ലേ? 4 കൊല്ലം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്റേഴ്സാണ് വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുന്നത്. അതുമാത്രമല്ല ലോങ്ങർ വീൽ ബേസും നല്ല വൈഡർ വിഡ്ത്തുമാണ് ഈ വാഹനത്തിന് വരുന്നത്. BS4 നിന്നും BS6 ആയപ്പോൾ ഒരുപാട് ഡബിൾ ഫീച്ചേഴ്സാണ് വാഹനത്തിൽ വന്നേക്കുന്നത് കേട്ടോ. കംഫർട്ട് സോണും ഇരട്ടിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വാഹനത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. നമുക്ക് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാൻ ഇത്തിരി ടാസ്ക് ആട്ടോ. എന്നാലും നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ചാടി ഇറങ്ങുമ്പോൾ എല്ലാം റിസ്ക് എടുത്തിട്ട് വേണം ചാടി ഇറങ്ങാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എൻ്റെ മോനെ, ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ. ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും കൂടുതൽ ഹെവി വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ, മറക്കല്ല ലൈക്ക് ചെയ്യാനായിട്ട്. ഇതാണ് ഓൾഡ് ചേസ് കേട്ടോ വാഹനത്തിൻ്റെ. അപ്പോൾ തൃശ്ശൂരിലുള്ള അബ്രിക്കോ മോട്ടോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. ഞാൻ താഴെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളും ഷെയർ ചെയ്യാം.